സാധാരണയായി സിനിമയിൽ ചിലർ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരും. പിന്നെ പതിയെ വില്ലൻ വേഷം. വില്ലൻ കുറെ കഴിയുമ്പോൾ നായകനാവും. എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു പടം തന്നെ സംവിധാനം ചെയ്യും. അത് വിജയിച്ചാൽ മാത്രം അടുത്ത പടം. ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് തിരിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് പദവിയേക്കാൾ താഴെ എത്തിയവരുമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വെറൈറ്റി മുതലാണിത്. ഇവിടെ എല്ലാം റിവേഴ്സിലാണ്. വേറെ ആരുമല്ല, SJ സൂര്യ. ആദ്യം സംവിധാനം. 2 സൂപ്പർ സ്റ്റാറുകളായ അജിത്തിനെയും വിജയെയും വെച്ച് ഓരോ പടം. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വാലി ആൻഡ് ഖുഷി, അതും അവരുടെ ഏറ്റവും വലിയ 2 ഹിറ്റുകൾ. അത് കഴിഞ്ഞ് അഭിനയം, അതും നായകനായിട്ട്. ആദ്യ പടം ന്യൂ. അതിന്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് കണ്ടാൽ രോമം പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. റിട്ടൺ ബൈ, പ്രൊഡ്യൂസ്ഡ് ബൈ, ഡയറക്റ്റഡ് ബൈ ആൻഡ് പെർഫോംഡ് ബൈ SJ സൂര്യ. അതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ആരെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കഥയും. പിന്നെ അങ്ങോട്ട് കുറെ പടങ്ങളിൽ നായകവേഷം. ചിലത് വിജയിച്ചു, ചിലത് പൊട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പടം എടുത്തു. സംഗീത സംവിധാനം ആസ്പദമാക്കി ഒരു പടം, ഇസൈ, 2015. കിഡ് മൂവി. അതിൽ കഥാപാത്രമായി കാണിച്ചിരിക്കുന്നത് ഇളയരാജയും AR റഹ്മാനും തന്നെയാണ്. ഇളയരാജ റഹ്മാനെ എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു എന്ന് കാണിക്കുന്ന ഒരു പടം. അതിന്റെ മ്യൂസിക് ചെയ്യാൻ പലരെയും സമീപിച്ചു, ആരും ചെയ്തില്ല, ഇളയരാജയെ പേടിച്ചിട്ട്. മ്യൂസിക്കിന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു പടം മ്യൂസിക് ഇല്ലാതെ എന്ത് ചെയ്യും? അന്ന് തീയിൽ കുരുത്ത SJ സൂര്യ എന്ന കലാകാരൻ വെറും 7-8 മാസം കൊണ്ട് മ്യൂസിക് പഠിച്ച് ആ പടത്തിന്റെ മ്യൂസിക് ചെയ്തു. കാണാത്തവർ ആ പടം ഒന്ന് കാണും കേട്ടോ. ഒരു കാവ്യം പോലെയാണ്. ഇറ്റ്സ് റിയലി വൗ. അത് കഴിഞ്ഞപ്പോൾ ദേ വരുന്നു വില്ലൻ റോളിൽ. നായകനെ പോലും തൂക്കിയടിക്കുന്ന വില്ലൻ റോൾ. മത്സലിൽ സീരിയസ് വില്ലൻ, മാനാടിൽ എപ്പിക് വില്ലൻ, സ്പൈഡറിലെ സൈക്കോ വില്ലൻ, മാർക്ക് ആന്റണിയിലെ കോമഡി വില്ലൻ. എല്ലാ സിനിമയിലും നായകനേക്കാൾ ഒരു പടി മുകളിൽ. ഒരേ വർഷം ബെസ്റ്റ് വില്ലനുള്ള 4 അവാർഡുകൾ. ഫ്യൂച്ചറിൽ പുള്ളിക്കാരൻ എത്ര അവാർഡുകൾ വാരിക്കൂട്ടുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സ്റ്റേ ട്യൂൺഡ്. 3 ഷെയ്ഡ്.